PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ എത്ര പഠിച്ചാലും മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനും അതുപോലെ തന്നെ എക്സാമിൽ മികച്ച വിജയം കൈവരിക്കാനും കഴിയുകയുള്ളൂ. മോക്ക് ടെസ്റ്റ് നമ്മുടെ എക്സാം എഴുതാനുള്ള കഴിവ് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ഞാൻ മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആൻസറും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ കേട്ട് അതിൻ്റെ ആൻസർ എഴുതി അങ്ങനെ ചെയ്തിട്ട് എത്ര മാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തുക. പറ്റുകയാണെന്ന് വെച്ചാൽ അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ആരംഭിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? ക്വസ്റ്റ്യൻ എന്താണ്? മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? അതിന്റെ ആൻസർ അക്ബർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. റൗലറ്റ് ആക്ട്, ഗാന്ധി ഇർവിൻ പാക്ട്, ബംഗാൾ വിഭജനം, നെഹ്റു റിപ്പോർട്ട്. അപ്പോൾ ഇവയെ കാലക്രമം അനുസരിച്ച് എഴുതുമ്പോൾ സമയത്ത് എങ്ങനെ വരിക? ആദ്യത്തേത് ബംഗാൾ വിഭജനം, പിന്നെ റൗലറ്റ് ആക്ട്, പിന്നെ നെഹ്റു റിപ്പോർട്ട്, നാലാമത്തെ ഗാന്ധി ഇർവിൻ പാക്ട്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഡി ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെൽഷ്യസ് തെർമോമീറ്റർ ആവിഷ്കരിച്ചത് ആര്? ക്വസ്റ്റ്യൻ എന്താണ്? സെൽഷ്യസ് തെർമോമീറ്റർ ആവിഷ്കരിച്ചത് ആര്? അതിന്റെ ആൻസർ എന്താണ്? ആൻഡേഴ്സ് സെൽഷ്യസ്. അതിന് ആൻഡേഴ്സ് സെൽഷ്യസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒമിനിയർ ഏത് ഭക്ഷണ ഘടകവുമായാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ ആൻസർ സി ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒമിനിയർ ഏത് ഭക്ഷണ ഘടകവുമായാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അന്നജം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ഉള്ള താപ പ്രസരണ രീതി. അതാണ് ക്വസ്റ്റ്യൻ. ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ഉള്ള താപ പ്രസരണ രീതി. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി വികിരണമാണ്. എന്താണ് ആൻസർ? വികിരണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് സിനിമയായിരുന്നു? ക്വസ്റ്റ്യൻ എന്താണ്? 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് സിനിമയായിരുന്നു? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ലാപ്ത ലേഡീസ് ആണ്. ഓപ്ഷൻ എ ലാപ്ത ലേഡീസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ ഗോഗോ ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് എവിടെ? എന്താണ് ക്വസ്റ്റ്യൻ? ഗോഗോ ലോകകപ്പ് മത്സരങ്ങൾ പ്രഥമമായി നടന്നത് എവിടെയാണ്? അതിന്റെ ഓപ്ഷൻ ന്യൂഡൽഹി, ഹരിയാന, തമിഴ്നാട്, കാഠ്മണ്ഡു. അതിന്റെ ആൻസർ എന്താണ്? എ ന്യൂഡൽഹിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 70 വയസ്സ് കഴിഞ്ഞവർക്ക് രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത്? എന്താണ് ക്വസ്റ്റ്യൻ? 70 വയസ്സ് കഴിഞ്ഞവർക്ക് രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഏതൊക്കെയാണ്? വയോരക്ഷ, വയോവന്ദന, വയോ അമൃതം, വയോലക്ഷ്മി. ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി വയോ വന്ദനയാണ്. ആൻസർ എന്താണ്? വയോ വന്ദനയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ആർട്ടിക്കിൾ 75, സെക്കൻഡ് ഓപ്ഷൻ ആർട്ടിക്കിൾ 42, തേർഡ് ഓപ്ഷൻ ആർട്ടിക്കിൾ 40, നാലാമത്തെ ഓപ്ഷൻ ആർട്ടിക്കിൾ 44. അപ്പോൾ ഇതിന്റെ ആൻസർ, ശരിയായ ആൻസർ ആർട്ടിക്കിൾ 40. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? എന്താണ് ക്വസ്റ്റ്യൻ? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ജ്ഞാന നിക്ഷേപം, പശ്ചിമോദയം, രാജ്യ സമാചാരം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി രാജ്യ സമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. ക്വസ്റ്റ്യൻ നമ്പർ 11, മനുഷ്യൻ വിജയകരമായി നിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യൻ വിജയകരമായി നിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? അതിന്റെ ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എക്സ്പ്ലോറർ 1, ഓപ്ഷൻ ബി സ്പുട്നിക് 1, ഓപ്ഷൻ സി ആര്യഭട്ട, ഓപ്ഷൻ ഡി അപ്പോളോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സ്പുട്നിക് 1 ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 12. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അതിന്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപു, ഓപ്ഷൻ സി ബാരിസ്റ്റർ ജി പിള്ളെ, ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബാരിസ്റ്റർ GP പിള്ളെ. അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഏക പൗരത്വം ബ്രിട്ടൻ, ഭരണഘടനാ ഭേദഗതി കാനഡ, അടിയന്തരാവസ്ഥ ഓസ്ട്രേലിയ, മൗലിക കടമകൾ USSR. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ആൻസർ ഡി 1ഉം 4ഉം. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നും അതേമാതിരി മൗലിക കടമകൾ USSR നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത പ്രധാന ഇനങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്നാമത്തത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, രണ്ടാമത്തത് വൈദ്യുതി, മൂന്നാമത്തത് ജീവൻ രക്ഷാ ഔഷധങ്ങൾ, 4 മദ്യം മനുഷ്യ ഉപയോഗത്തിനുള്ള. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? നിലവിൽ GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ ഒന്നാമത്തത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, രണ്ടാമത്തത് വൈദ്യുതി, മൂന്നാമത്തത് ജീവൻ രക്ഷാ ഔഷധങ്ങൾ, നാലാമത്തത് മദ്യം മനുഷ്യ ഉപയോഗത്തിനുള്ളവ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 1, 2, 4. അതൊക്കെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, മദ്യം. ഇവയൊക്കെയാണ് GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 15. താഴെ പറയുന്നവയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് സംവിധാനം അല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണ്? താഴെ പറയുന്നവയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് സംവിധാനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ രാജ്യസഭ, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദൈവത്തിന്റെ അവതാരം എന്നറിയപ്പെടുന്ന ഗോത്ര വർഗ നേതാവ് ആര്? ഓപ്ഷൻ ഏതൊക്കെ തന്നിരിക്കുന്നത്? സിദ്ധു കാനു, ഓപ്ഷൻ ബി കലക്കൽ ചന്തു, ഓപ്ഷൻ സി ബിർസ മുണ്ട, ഓപ്ഷൻ ഡി ബാബ കാൻസിറാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബിർസ മുണ്ടയാണ് ദൈവത്തിന്റെ അവതാരം എന്നറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 17. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്, ഓപ്ഷൻ ബി ദിമിത്രി മെൻഡലീഫ്, ഓപ്ഷൻ സി ഹെൻറി മോസ്ലി, ഓപ്ഷൻ ഡി ഡോബർനാൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകം. ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്? ഓപ്ഷൻ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ആർഗൺ, ഓപ്ഷൻ ബി ഹീലിയം, ഓപ്ഷൻ സി നിയോൺ, ഓപ്ഷൻ ഡി ക്രിപ്റ്റോൺ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി നിയോൺ. നിയോൺ ആണ് ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകം. ക്വസ്റ്റ്യൻ നമ്പർ 19. ജലത്തിലൂടെ പരാഗണം നടത്തുന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ എ പപ്പായ, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി കുരുമുളക്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി കുരുമുളകാണ് ജലത്തിലൂടെ പരാഗണം നടത്തുന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണം. ക്വസ്റ്റ്യൻ നമ്പർ 20. പശ്ചിമതീരക്കൊന്ന് ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ്? പശ്ചിമതീരക്കൊന്ന ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഓപ്ഷൻ എ കവുങ്ങ്, ഓപ്ഷൻ ബി മാവ്, ഓപ്ഷൻ സി തെങ്ങ്, ഓപ്ഷൻ ഡി നെല്ല്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി തെങ്ങാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 22. കേരള ആരോഗ്യ വകുപ്പ് നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ്? കേരള ആരോഗ്യ വകുപ്പ് നടത്തുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആർദ്രം മിഷൻ, ഓപ്ഷൻ ബി ആശ്വാസകിരണം, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി ശലഭം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ശലഭമാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 23. ഏത് സംസ്ഥാനത്തെ തദ്ദേശീയ ജനതയ്ക്ക് ഭൂമിമേൽ അവകാശം സ്ഥാപിച്ചു നൽകാനുള്ള കർമ്മ പരബ്രഹ്മാദിയാണ് മിഷൻ വസുന്ധര? ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി അസം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അസം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആര്? ക്വസ്റ്റ്യൻ നമ്പർ 24 എന്താണ്? ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ച തീയതി ഏത്? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 എന്താണ്? ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ച തീയതി ഏത്? അതിന്റെ ഓപ്ഷൻ എന്തൊക്കെയാണ്? 2024 ഏപ്രിൽ 10, ഓപ്ഷൻ ബി 2023 സെപ്റ്റംബർ 2, ഓപ്ഷൻ സി 2023 ഏപ്രിൽ 2, ഓപ്ഷൻ ഡി 2024 സെപ്റ്റംബർ 2. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 2024 ഏപ്രിൽ 10 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം? ഓപ്ഷൻ എ അമേരിക്കൻ വിപ്ലവം, ഓപ്ഷൻ ബി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഓപ്ഷൻ സി ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ഡി റഷ്യൻ വിപ്ലവം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഓപ്ഷൻ സി ഫ്രഞ്ച് വിപ്ലവമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 27 എന്താണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഇതിന്റെ ആൻസർ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ വോൾട്ടയർ, ഓപ്ഷൻ ബി മോണ്ടസ്ക്യൂ, ഓപ്ഷൻ സി മെറ്റേണിച്ച്, ഓപ്ഷൻ ഡി ജോൺ റീഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി മെറ്റേണിച്ച് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? ഓപ്ഷൻ എ ഡ്യൂറന്റ് രേഖ, ഓപ്ഷൻ ബി മക്മോഹൻ രേഖ, ഓപ്ഷൻ സി ഇവയൊന്നുമല്ല, ഓപ്ഷൻ ഡി റാഡ്ക്ലിഫ് രേഖ. അപ്പോൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഓപ്ഷൻ ഡി റാഡ്ക്ലിഫ് രേഖ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റാഡ്ക്ലിഫ് രേഖ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയ നിര? ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താണ്? ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയ നിര. ഓപ്ഷൻ എ ഹിമാദ്രി, ഓപ്ഷൻ ബി ഹിമാചൽ, ഓപ്ഷൻ സി ശിവാലിക്, ഓപ്ഷൻ ഡി കിഴക്കൻ പർവ്വത നിരകൾ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ശിവാലിക് ആണ് ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയ നിര. ക്വസ്റ്റ്യൻ നമ്പർ 31. ബക്രാനഗർ പദ്ധതിയുടെ കനാൽ വ്യൂഹത്തിലെ ജലം എത്തിക്കുന്ന നദി ഏത്? ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 31 എന്താണ്? ബക്ര പദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം എത്തിക്കുന്ന നദി. ഓപ്ഷൻ എ ദാമോദർ, ഓപ്ഷൻ ബി സത്ലജ്, ഓപ്ഷൻ സി ഭഗീരഥി, ഓപ്ഷൻ ഡി രവി. ആൻസർ എന്താണ്? സത്ലജ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 32. ലെ നുബ്ര താഴ്വരയെ വേർതിരിക്കുന്ന ചുരം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 32 എന്താണ്? ലെ നുബ്ര താഴ്വരകളെ വേർതിരിക്കുന്ന ചുരം. ഓപ്ഷൻ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ താൽഗഡ് ചുരം, ഓപ്ഷൻ ബി രോഹ്താക് ചുരം, ഓപ്ഷൻ സി ഗർത്തുംഗ ചുരം, ഓപ്ഷൻ ഡി ബോർഗഡ് ചുരം. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ഗർത്തുംഗ ചുരമാണ് ലെ നുബ്ര താഴ്വരകളെ വേർതിരിക്കുന്ന ചുരം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഏത് സംസ്ഥാനങ്ങളിലാണ് ഡക്കാൻ പീഠഭൂമിയുടെ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 33 എന്താണ്? എത്ര സംസ്ഥാനങ്ങളിലാണ് ഡക്കാൻ പീഠഭൂമിയുടെ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്? ഓപ്ഷൻ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 5. 5 സംസ്ഥാനങ്ങളിലാണ് ഡക്കാൻ പീഠഭൂമിയുടെ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 34. ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് ഒരേ സമയം വിവരങ്ങൾ വായിക്കാനും എഴുതാനും സാധിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 34 എന്താണ്? ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് ഒരേ സമയം വിവരങ്ങൾ വായിക്കാനും എഴുതാനും സാധിക്കുന്നത്? അതിന്റെ ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി പ്രോറാം,
ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ റാമിലാണ് നമുക്ക് ഒരേ സമയം വിവരങ്ങൾ വായിക്കാനും എഴുതാനും സാധിക്കുന്നത്. റാം പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ക്വസ്റ്റ്യൻ നമ്പർ 35. ഒരു ഡോട്ട് മെട്രിക് പ്രിന്ററിന്റെ പ്രധാന നേട്ടം എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 35 എന്താണ്? ഒരു ഡോട്ട് മെട്രിക് പ്രിന്ററിന്റെ പ്രധാന നേട്ടം എന്താണ്? ഓപ്ഷൻ എ ഫോട്ടോ ക്വാളിറ്റി, ഓപ്ഷൻ ബി കാർബൺ കോപ്പി, ഓപ്ഷൻ സി ഇവയെല്ലാം, ഓപ്ഷൻ ഡി വേഗം. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കാർബൺ കോപ്പി. നമ്മൾ ഡോട്ട് മെട്രിക് പ്രിന്റർ ഉപയോഗിച്ചുള്ള പ്രധാന നേട്ടം എന്താണ്? നമുക്കൊരു കാർബൺ കോപ്പി ഈസി ആയിട്ട് അതിൽ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 36. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കേരള കലാരൂപം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 36 എന്താണ്? അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കേരള കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ കൂടിയാട്ടം, ഓപ്ഷൻ ബി തെയ്യം, ഓപ്ഷൻ സി കഥകളി, ഓപ്ഷൻ ഡി കൂത്ത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ കൂടിയാട്ടമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 37 എന്താണ്? വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ അയിത്താചാരണത്തിനെതിരെ നടന്ന ആദ്യ സത്യാഗ്രഹം, ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈ എടുത്തത് ടി.കെ. മാധവൻ, ഓപ്ഷൻ സി സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 38. സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ക്വസ്റ്റ്യൻ 38 എന്താണ്? സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ് സോഡിയവും പൊട്ടാസ്യവും ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ക്വസ്റ്റ്യൻ നമ്പർ 39. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായിട്ടും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 39? സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ വൻകര ഭൂവൽക്കം, ഓപ്ഷൻ ബി അധോമാന്റിൽ, ഓപ്ഷൻ സി അസ്ട്രോണോസ്ഫിയർ, ഓപ്ഷൻ ഡി സമുദ്ര ഭൂവൽക്കം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സമുദ്ര ഭൂവൽക്കമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ISO സർട്ടിഫിക്കറ്റ് നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 40 എന്താണ്? ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ്. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കോട്ടയമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ഓപ്ഷൻ എ സിരകൾ, ഓപ്ഷൻ ബി ധമനികൾ, ഓപ്ഷൻ സി ലിംഫ് വെസലുകൾ, ഓപ്ഷൻ ഡി കാപ്പിലറികൾ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ധമനികളാണ്. അപ്പോൾ ധമനികളാണ് ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ പുതിയ പ്രസിഡന്റ്. ഓപ്ഷൻ എ ബഹദൂർ സിംഗ് സാഹു, ഓപ്ഷൻ ബി കല്യാൺ ചൗബെ, ഓപ്ഷൻ സി PT ഉഷ, ഓപ്ഷൻ ഡി ആദിൽ സുമരിവാല. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ബഹദൂർ സിംഗ് സാഹു ആണ് ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ പുതിയ പ്രസിഡന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 43. കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി ക്യാൻഫെഡ് സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ KM പണിക്കർ, ഓപ്ഷൻ ബി PN പണിക്കർ, ഓപ്ഷൻ സി NV കൃഷ്ണ വാര്യർ, ഓപ്ഷൻ ഡി NV ജോസഫ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി PN പണിക്കറാണ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി ക്യാൻഫെഡ് സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 44. ചുവടെ പറയുന്നവയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഏവ? ഓപ്ഷൻ എന്തൊക്കെയാണ്? സ്വകാര്യ പൊതുമേഖലകളുടെ സഹവർത്തിത്വം, ഓപ്ഷൻ ബി ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങൾ, ഓപ്ഷൻ സി വിപണിയുടെ മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണം, ഡി സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം. അപ്പൊ ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് ശരി?
എന്തൊക്കെയാണ് ശരി? 1, 2, 4 ശരിയുള്ളത്. അതായത് സ്വകാര്യ പൊതുമേഖലകളുടെ സഹവർത്തിത്വമാണ്, അതേപോലെ ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ, അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം. ഈ കാര്യങ്ങളൊക്കെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ. ക്വസ്റ്റ്യൻ നമ്പർ 45. മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ അഭാവമാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 45 എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ അഭാവമാണ്? ഓപ്ഷൻ എ ഫോളിക് ആസിഡ്, ഓപ്ഷൻ ബി റൈബോഫ്ലാവിൻ, ഓപ്ഷൻ സി തൈമിൻ, ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫോളിക് ആസിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. 2025 ഏപ്രിലിൽ അമേരിക്കൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുള്ള ഇറക്കുമതി ചുങ്കം വർധന പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ഇറക്കുമതി തീരുവ എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ എ 26%, ഓപ്ഷൻ ബി 42%, ഓപ്ഷൻ സി 18%, ഓപ്ഷൻ ഡി 36%. ആൻസർ എന്താണ്? ഓപ്ഷൻ എ 26%. ക്വസ്റ്റ്യൻ നമ്പർ 47. കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം ഉള്ള കൃതി. ക്വസ്റ്റ്യൻ നമ്പർ 47 എന്താണ്? കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം ഉള്ള കൃതി. ഓപ്ഷൻ എ കിഷ്കിന്ധാകാന്ഡം, ഓപ്ഷൻ ബി ഐതിഹ്യാരണ്യകം, ഓപ്ഷൻ സി ഉണ്ണിയച്ചി ചരിതം, ഓപ്ഷൻ ഡി ചതക സന്ദേശം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഐതിഹ്യാരണ്യകമാണ് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശമുള്ള കൃതി. ക്വസ്റ്റ്യൻ നമ്പർ 48. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? 48 എന്താണ്? ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാ ദർബാർ ആരംഭിച്ചത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി ഒറീസ, ഓപ്ഷൻ ഡി തെലങ്കാന. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി തെലങ്കാനയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. ക്വസ്റ്റ്യൻ എന്താണ്? മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ഡി ഹരിയാന. ആൻസർ വന്നത് ഓപ്ഷൻ സി പശ്ചിമ ബംഗാളാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50. 2024 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി. 50 എന്താണ്? 2024 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി. ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി അസർബൈജാൻ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി പുനെ. ആൻസർ എന്താണ്? അസർബൈജാൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 51 എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി ബോംബെ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52. രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി പുനെ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി കൊച്ചി. കൊച്ചിയാണ് രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം. ക്വസ്റ്റ്യൻ നമ്പർ 53. വജ്രത്തിന്റെയാണ്, വചനത്തിന്റെ അല്ല. ചില അക്ഷരപ്പിശകുകളുണ്ട്, അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 53. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണ്? ക്വസ്റ്റ്യൻ 53 എന്താണ്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണ്? ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പൂർണ്ണാന്തര പ്രതിഫലനം, ഓപ്ഷൻ സി ഇന്റർഫറൻസ്, ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി പൂർണ്ണാന്തര പ്രതിഫലനം. ഇംഗ്ലീഷ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 54. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണങ്ങൾ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ വർണ്ണങ്ങൾ ഏത്? ഓപ്ഷൻ എ പച്ച മജന്ത, ഓപ്ഷൻ ബി ചുവപ്പ് മഞ്ഞ, ഓപ്ഷൻ സി പച്ച ചുവപ്പ്, ഓപ്ഷൻ ഡി സിയാൻ മജന്ത. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സിയാൻ മജന്തയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 55.
ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഉയർന്നു വന്ന പ്രധാന നിലപാട് ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 55 എന്താണ്? ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ ഉയർന്നു വന്ന പ്രധാന നിലപാട് ഏത്? ഓപ്ഷൻ എ മുതലാളിത്തം, ഓപ്ഷൻ ബി ചേരിചേരാ നയം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ചേരിചേരാ നയം. ക്വസ്റ്റ്യൻ നമ്പർ 56 കെൽവിൻ സ്കെയിലിൽ വെള്ളം തിളയ്ക്കുന്ന താപനില ഏതാണ്? 56 എന്താണ്? കെൽവിൻ സ്കെയിലിൽ വെള്ളം തിളയ്ക്കുന്ന താപനില ഏതാണ്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 212, ഓപ്ഷൻ സി 373.15, ഓപ്ഷൻ ഡി 120. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 373.15 ആണ്. കെൽവിൻ സ്കെയിലില് നമ്മുടെ -273.15 ഡിഗ്രി സെൽഷ്യസിനെയാണ് എന്തായിരിക്കുന്നത്? 0 കെൽവിൻ. അപ്പൊ വെള്ളം തിളയ്ക്കാനുള്ള ഡിഗ്രി സെൽഷ്യസിൽ എത്ര താപനില? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോൾ 273.15 പ്ലസ് 100 വരും. അങ്ങനെയാണ് 373.15 വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 57 സംസ്ഥാന നിയമസഭകളുടെ അധോമണ്ഡലം ഏത്? ഓപ്ഷൻ എ രാജ്യസഭ, ഓപ്ഷൻ ബി ഇവയൊന്നുമല്ല, ഓപ്ഷൻ സി നിയമസമിതി ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഓപ്ഷൻ ഡി നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? സംസ്ഥാന നിയമസഭകളുടെ അധോമണ്ഡലം ഏതാണ്? ഓപ്ഷൻ ഡി നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 58 ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി ഉപദ്വീപീയൻ പീഠഭൂമി, ഓപ്ഷൻ സി ദ്വീപ സമതലങ്ങൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 59 പൂർവാഞ്ചൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂർവാഞ്ചൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഹിമാചൽ, ഓപ്ഷൻ ബി ഹിമാദ്രി, ഓപ്ഷൻ സി ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾ, ഓപ്ഷൻ ഡി കിഴക്കൻ മലനിരകൾ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി കിഴക്കൻ മലനിരകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 60 ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ഓപ്ഷൻ എ ഒഡീസി, ഓപ്ഷൻ ബി ഭരതനാട്യം, ഓപ്ഷൻ സി മോഹിനിയാട്ടം, ഓപ്ഷൻ ഡി മണിപ്പൂരി. അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഒഡീസിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 61 ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ചില അക്ഷര പിശകുകളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടു പ്ലസ് ഇല്ല കണ്ടില്ല എന്നത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? കണ്ടു പ്ലസ് ഇല്ല കണ്ടില്ല എന്നത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ലോപസന്ധി, ഓപ്ഷൻ ബി ആഗമസന്ധി, ഓപ്ഷൻ സി ആദേശസന്ധി, ഓപ്ഷൻ ഡി ദ്വന്ദ്വസന്ധി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ലോപസന്ധിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 62 അഗ്രജൻ വിപരീത പദം എഴുതുക. അഗ്രജൻ വിപരീത പദം എഴുതുക. അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അവരജൻ ആണ് അഗ്രജന്റെ വിപരീത പദം. ക്വസ്റ്റ്യൻ നമ്പർ 63 താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ധീരൻ, ഓപ്ഷൻ ബി വേടന്മാർ, ഓപ്ഷൻ സി വേലക്കാരികൾ, ഓപ്ഷൻ ഡി പശുക്കൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ധീരനാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 64 ലോക സ്ഥിതി അറിയാത്തവർ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 64 എന്താണ്? ലോക സ്ഥിതി അറിയാത്തവർ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ താൻ ചത്ത് മീൻ പിടിക്കുക, ഓപ്ഷൻ ബി കിണറ്റിലെ തവള, ഓപ്ഷൻ സി കാർഷിക്ക് പോവുക, ഓപ്ഷൻ ഡി ചെകുത്താനും കടലയും ഇടയ്ക്ക്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി കിണറ്റിലെ തവളയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 65 പാമ്പ് എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന പദം. ഓപ്ഷൻ എ കൂർമ്മം, ഓപ്ഷൻ ബി കരി, ഓപ്ഷൻ സി ഉരകം, ഓപ്ഷൻ ഡി അനിലൻ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ഉരകമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 66 സ്ത്രീലിംഗ പദം എഴുതുക. നേതാവ്. സ്ത്രീലിംഗ പദം എഴുതുക. എന്താണ്? നേതാവ്. അതിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? ഓപ്ഷൻ എ നേത്രി, ഓപ്ഷൻ ബി സഖി, ഓപ്ഷൻ സി നീതി, ഓപ്ഷൻ ഡി
വനിത. അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ നേത്രിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഓപ്ഷൻ ബി, അത് നിഷ്ഫലമായ ഒരു പാഴ്വേലയാണെന്നത്ര എന്ന് എഴുതുന്നയാളിന്റെ പക്ഷം. ശ്രീ കെ നമ്മുടെ ഭാഷയിൽ ശബ്ദയല്ല ലബ്ധപ്രതിഷ്ഠനായ ഒരു നിരൂപകനാണല്ലോ. ഓപ്ഷൻ ഡി, വീണ്ടും ഒരിക്കൽ കൂടി CG എന്ന നാടകകൃത്തിനെ കുറിച്ച് എഴുതുകയാണ്. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ്? ശ്രീ കെ നമ്മുടെ ഭാഷയിൽ ലബ്ധപ്രതിഷ്ഠനായ ഒരു നിരൂപകൻ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 68. കണ്ണിൽ ചോരയുണ്ടാകുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ അപകടമുണ്ടാകുക, ഓപ്ഷൻ ബി അനുകമ്പ കാണിക്കുക, ഓപ്ഷൻ സി അറിവ് നേടുക, ഓപ്ഷൻ ഡി വെളിവില്ലാതിരിക്കുക. അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി അനുകമ്പ കാണിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആ ഷോർട്ട് നോട്ടീസ് എന്നതിന്റെ ശരിയായ തർജ്ജമ. ക്വസ്റ്റ്യൻ നമ്പർ 69 എന്താണ്? അറ്റ് ഷോർട്ട് നോട്ടീസ് എന്നതിന്റെ ശരിയായ തർജ്ജമ. ഓപ്ഷൻ എ വേഗത്തിൽ പറയുക, ഓപ്ഷൻ ബി ചുരുങ്ങിയ വാക്കുകളിൽ, ഓപ്ഷൻ സി തയ്യാറാക്കാൻ സമയം തരാതെ, ഓപ്ഷൻ ഡി മനസ്സിലാക്കാത്ത കാര്യം. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി തയ്യാറാക്കാൻ സമയം തരാതെ. ക്വസ്റ്റ്യൻ നമ്പർ 70. അതിരില്ലാത്തത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏത്? അതിരില്ലാത്തത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ സീമം, ഓപ്ഷൻ ബി സീമാന്തം, ഓപ്ഷൻ സി നിസീമം, ഓപ്ഷൻ സി സീമന്തം. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി നിസീമമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ഹിസ് ഫാദർ ഈസ് ഡാഷ് MLA. ഏത് ആർട്ടിക്കിൾ വെക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. അപ്പോൾ അത് വെക്കേണ്ടത് ഹിസ് ഫാദർ ഈസ് ആൻ MLA. ആണ് വെക്കേണ്ടത്. കാരണം എന്താണ്? ഇവന്തോ എം ആണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ എ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. എം. അതുകൊണ്ട് അവിടെ ആൻ വെക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 72. ദേവൻ ക്യാൻ ഹാർഡ്ലി സ്പീക്ക്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ദേവൻ ക്യാൻ ഹാർഡ്ലി സ്പീക്ക്. ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിന് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഈസ് ഇറ്റ്, ഓപ്ഷൻ ബി കാണ്ട് ഹി, ഓപ്ഷൻ സി ക്യാൻ ഹി, ഓപ്ഷൻ ഡി ഈസിന്റ് ഇറ്റ്. അപ്പോൾ ഹാർഡ്ലി പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്താ വയ്ക്കുക? ക്യാൻ ഹി. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഹിസ് ഫാദർ ഗേവ് ഹിം എ വാച്ച്. ചേഞ്ച് ദ വോയിസ്. ഓപ്ഷൻ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ വാച്ച് വാസ് ഗിവൺ ടു ഹിം, ഓപ്ഷൻ ബി വാച്ച് വാസ് ഗിവൺ ടു ഹിം ബൈ ഹിസ് ഫാദർ, ഓപ്ഷൻ സി ഹി വാസ് ഗിവൺ എ വാച്ച് ബൈ ഹിസ് ഫാദർ, ഓപ്ഷൻ ഡി ഹി വാസ് ഗിവൺ എ വാച്ച്. അപ്പോൾ എന്താണ്? ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസ് ആക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹിസ് ഫാദർ ഗേവ് ഹിം എ വാച്ച്. അപ്പോൾ ഇതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗേവ് ഹിം, നൽകിയതിന് ശേഷമുള്ള ഹിം ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിന് ഫസ്റ്റ് എഴുതുക. അപ്പോൾ ഹിം എന്നുള്ള ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് എങ്ങനെ? ഹി വാസ് ഗിവൺ എ വാച്ച് ബൈ ഹിസ് ഫാദർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 74. ഇഫ് യു ആസ്ക് ഹർ ഷീ ഡാഷ് യു. എന്താണ്? ഈഫ് ചേർത്തിട്ട് സിമ്പിൾ പ്രസന്റിൽ ഒരു ഭാഗം പറഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ഫ്യൂച്ചറിൽ പറയുന്ന മാതിരിയായിരിക്കും. ഷീ വിൽ ഹെൽപ്പ് യു. ഈഫ് വരുന്നതുകൊണ്ട് ഷീ വിൽ ഹെൽപ്പ് യു. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഷീ വിൽ ഹെൽപ്പ് യു. ക്വസ്റ്റ്യൻ നമ്പർ 75. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ പെയിന്റർ അറ്റ് ദി ഹോട്ടൽ. ഓപ്ഷൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ദി, ഓപ്ഷൻ ഡി ദാറ്റ്. അപ്പോൾ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ പെയിന്റർ അറ്റ് ദ ഹോട്ടൽ. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി എ ആണ് ആൻസർ. ഐ മെറ്റ് എ യൂറോപ്യൻ. നമുക്ക് തോന്നും ഇയാളാണ് അവിടെ വെച്ചിരിക്കുന്നത്, പക്ഷെ നമ്മൾ സൗണ്ട് വരുന്നത് യാ എന്നുള്ള സൗണ്ട് വരുന്നത് കൊണ്ട് അവിടെ ആർട്ടിക്കിൾ ആൻ അല്ല ഉപയോഗിക്കുക, എ ആണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 76. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് കറക്റ്റ്ലി റിട്ടൺ. ഓപ്ഷൻ എ സെപ്പറേറ്റ്, ഓപ്ഷൻ ബി സെപ്പറേറ്റ്, ഓപ്ഷൻ സി സെപ്പറേറ്റ്, ഓപ്ഷൻ ഡി സെപ്പറേറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആൻസർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 77. It may take him to dash to new situation. Question number 77 എന്താണ്? It may take him to
dash to new situation. എന്താണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ അഡോപ്റ്റ്, ഓപ്ഷൻ ബി അഡപ്റ്റ്, ഓപ്ഷൻ സി അഡാപ്റ്റ്, ഓപ്ഷൻ ഡി അക്സെപ്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി അഡാപ്റ്റ്. അഡാപ്റ്റ് എന്താണ്? താതാത്മ്യം പ്രാപിക്കുക എന്നതാണ് അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 78. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. He is writing for 2 hours. Option B. He has been writing for 2 hours. He writes since 2 hours. He has been writing since 2 hours. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. കാരണം എന്താണ്? സിൻസ് 2 hours പറയുന്നത് നമ്മളൊരു ടൈം പീരീഡ് പറയുമ്പോൾ 4 വെക്കണം. അപ്പോൾ ഫോർ 2 hours എന്ന് പറയുള്ളൂ. ഫോർ 3 days, ഫോർ 2 hours, ഫോർ 1 week അങ്ങനെ പറയുള്ളൂ. അതേസമയം സിൻസ് വെക്കുമ്പോൾ എന്താ പറയുക? സിൻസ് ലാസ്റ്റ് മന്ത്, സിൻസ് 1981. നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടിട്ടില്ല, റേമണ്ട് സിൻസ് 1981. അങ്ങനെ നമ്മൾ കമ്പനികൾക്ക് പറയുമ്പോൾ സിൻസ് 1981 അങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ, അതുമാതിരി. അപ്പോൾ നമ്മളിവിടെ 4 വെക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് വരിക. അപ്പൊ ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, അവൻ അപ്പൊ 2 മണിക്കൂർ മുതൽ തുടങ്ങിയിരിക്കുകയാണ്, എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours അങ്ങനെ വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 79. സിംഗുലർ ഓഫ് ഡാറ്റ. ഡാറ്റത്തിന്റെ സിംഗുലർ എന്താണ്? ഓപ്ഷൻ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ഡേറ്റം, ഓപ്ഷൻ ബി ഡാറ്റം, ഓപ്ഷൻ സി ഡാറ്റം, ഓപ്ഷൻ ഡി ഡാറ്റം. അതിന്റെ ആൻസർ ആണ് ഡാറ്റം. UM ആണ് വരുന്നത് ലാസ്റ്റ്, DATUM. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 80 വിടാം. ക്വസ്റ്റ്യൻ നമ്പർ 81. 5ന്റെ ആദ്യത്തെ 100 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? അപ്പൊ അങ്ങനെ വരിക. ഫസ്റ്റത്തത് ഓപ്ഷൻ എ 247.5, ഓപ്ഷൻ ബി 250, ഓപ്ഷൻ സി 252.5, ഓപ്ഷൻ ഡി 255. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇതിന്റെ സീരീസ് എങ്ങനെ വരിക? 5, 10, 15, 1 5, 2 10, 3 15 അങ്ങനെ പോയിട്ട് 50ന്റെ ആദ്യത്തെ 100 ഗുണിതങ്ങളാണ്. അപ്പൊ ലാസ്റ്റത്തെ വരും 5 × 100 500 വരും. അപ്പൊ ഇത് നമുക്കറിയാം ഒരു AP ആണ്, അല്ലെങ്കിൽ സമാന്തര പ്രോഗ്രഷൻ ആണ്. അപ്പൊ ഈ സമാന്തര പ്രോഗ്രഷന്റെ ആവറേജ് കാരണം വെച്ചാൽ ഫസ്റ്റത്തെ ആക്കും ലാസ്റ്റത്തെ ആക്കും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 500 പ്ലസ് 5/2 അപ്പൊ എത്ര വരും? 252.5 വരും. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 82. 10 ആളുകളെ ഒരു വൃത്തത്തിൽ ഏത് വിധത്തിൽ ഇരുത്താൻ കഴിയും? അപ്പൊ ഒരു വൃത്തത്തിൽ ഇരുത്താൻ വേണ്ടി 10 ആളുകളാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതിന്റെ n-1 ഫാക്ടോറിയലാണ് കാണേണ്ടത്. അങ്ങനെ n-1 ഫാക്ടോറിയൽ. അപ്പൊ എത്ര വരും? 10 - 1 9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ ആകുമ്പോൾ എത്ര വരും? 9 × 8 × 7 × അത് ചെയ്ത് നോക്കിയാൽ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി 33,62,880 ആണ് ആൻസർ വരിക. 9 ഫാക്ടോറിയൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ? 9 ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താണ്? 9 × 8 × 7 × 6 × 5 × 4 × 3 × 2 × 1 ആണ് 9 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 83. ശ്രീ 4 പേരക്കുടെയും 3 ഓറഞ്ചിന്റെയും 5 ആപ്പിളിന്റെയും ആകെ വില 151 രൂപയും കൃഷ്ണ 2 ആപ്പിളിന്റെയും 3 പേരക്കുടെയും 4 ഓറഞ്ചിന്റെയും ആകെ വില 108 രൂപയും നൽകി. 3 ആപ്പിളിന്റെയും 3 ഓറഞ്ചിന്റെയും 3 പേരക്കും വാങ്ങാൻ ആകെ വില ദേവാനന്ദ എത്ര രൂപ നൽകണം? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ പേരക്കയ്ക്ക് A നിടാം, പേരക്കയ്ക്ക് P നിടാം, ഓറഞ്ചിന് O നിടാം, ആപ്പിളിന് A നിടാം. അപ്പൊ 4 പേരക്ക, 3 ഓറഞ്ച്, 5 ആപ്പിള് which is equal to 151 രൂപ. ഇനി 2 ആപ്പിള്, 3 പേരക്ക, 4 ഓറഞ്ച്, ഇതിന്റെ വിലയായിട്ട് എത്രയാണ്? 108 രൂപ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ കൂട്ടിയാൽ അറിയാം 4 3 7 പേരയ്ക്കും പ്ലസ് 4 3 7 ഓറഞ്ചിന് പ്ലസ് 5 2 7 ആപ്പിളിന് അതിനെല്ലാം കൂടിയിട്ട് എത്ര വരും?
രണ്ടും കൂടി എത്ര വരും? 1 8 9 5 259 വരും. ഇതിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പേരക്കൻ്റെയും വില കിട്ടും. പേരക്ക പ്ലസ് ഓറഞ്ച് പ്ലസ് ആപ്പിൾ എത്ര വരും? ഒരു പേരക്ക പ്ലസ് ഒരു ഓറഞ്ച് പ്ലസ് ഒരു ആപ്പിൾ എത്ര വരും? 259/7. അപ്പോൾ എത്ര വരും? 321 49 37 വരും. അപ്പോൾ പേരക്ക പ്ലസ് ഓറഞ്ച് പ്ലസ് ആപ്പിളിന്റെ വില 37 രൂപ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? 3 ആപ്പിളിനും 3 ഓറഞ്ചിനും 3 പേരയ്ക്കുമാണ്. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 37ന്റെ 3 എത്ര വരും? 321. സെക്ഷൻ 2 3 9 11 111. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 111 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 84. എക്സ് ഒരു ജോലി 4 ദിവസം കൊണ്ടും വൈ അതേ ജോലി 12 ദിവസം കൊണ്ടും ഇസഡ് അതേ ജോലി 6 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ഇവ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ക്വസ്റ്റ്യൻ 84. എക്സ് ഒരു ജോലി 4 ദിവസം കൊണ്ടും വൈ അതേ ജോലി 12 ദിവസം കൊണ്ടും ഇസഡ് അതേ ജോലി 6 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ഇവർ 3 പേരും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? അപ്പൊ എക്സ് എത്രയാണ്? എക്സ് ഒരു ജോലി 4 ദിവസം കൊണ്ടാണ്. അപ്പൊ ഒരു ദിവസം എത്ര പണി ചെയ്യും? 1/4 ചെയ്യും. വൈയോ 1/12 ചെയ്യും. ഇസഡോ 1/6 ചെയ്യും. അപ്പൊ ഇവർ 3 പേരും കൂടി ചെയ്താൽ ഒരു ദിവസം എത്ര കംപ്ലീറ്റ് ആവും? 1/4 പ്ലസ് 1/12 പ്ലസ് 1/6. അപ്പൊ ഇതിന് ഈസി ആയിട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? എല്ലാത്തിനും ഡിനോമിനേറ്റർ 12ലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3/12 പ്ലസ് 1/12 പ്ലസ് 2/12. അപ്പൊ എത്ര വരും? 3 2 5 6/2 6/12 വരും. അപ്പോൾ 1/2. അപ്പൊ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? എക്സ് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. വൈ ജോലി ചെയ്യുന്നത് 1/12 ആയിരിക്കും. ഇസഡ് ജോലി ചെയ്യുന്നത് 1/6 ആയിരിക്കും. ഇവർ 3 പേരും കൂടി ചെയ്യുമ്പോൾ അങ്ങനെ വരും 1/4 പ്ലസ് 1/12 പ്ലസ് 1/6 ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്ന ജോലി. അപ്പോൾ ഒരു ദിവസം അവർ അര വർക്ക് ചെയ്യുന്നു കണ്ടെത്തി. അപ്പോൾ 2 ദിവസം കൊണ്ട് ഫുൾ വർക്ക് തരും. അങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 85. രാജു കിഴക്ക് വശത്ത് 10 കിലോമീറ്റർ നടന്നു. ശേഷം വലത് തിരിഞ്ഞ് 20 കിലോമീറ്റർ നടന്നു. വീണ്ടും ഇടത് തിരിഞ്ഞ് 10 കിലോമീറ്റർ. അത് കഴിഞ്ഞ് ഇടത് തിരിഞ്ഞ് 35 കിലോമീറ്റർ നടന്നു. ആരംഭിച്ച സ്ഥലത്ത് നിന്ന് അവസാനിച്ച സ്ഥലത്തിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? അപ്പൊ നമുക്കത് വരച്ച് നോക്കാം. എന്താ പറഞ്ഞത്? രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ നടന്നു. 10 കിലോമീറ്റർ നടന്നു. ദെൻ വലത് തിരിഞ്ഞിട്ട് 20 കിലോമീറ്റർ നടന്നു. ഓക്കെ. പിന്നെ എന്ത് സംഭവിച്ചത്? പിന്നെ ഇടത് തിരിഞ്ഞിട്ട് എത്ര നടന്നു? വീണ്ടും 10 കിലോമീറ്റർ. അത് കഴിഞ്ഞ് 35 കിലോമീറ്റർ നടന്നു. അപ്പോൾ ആരംഭിച്ച സ്ഥലത്ത് നിന്ന് അവസാനിച്ച ദില്ലിയിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് കണ്ടുപിടുത്തേണ്ടത്. ഇത് 10, ഇവിടെ 10. ഇത് ഇത്ര ഹൈറ്റ് 20 തന്നിട്ടുണ്ട്. 35 മൈനസ് 20 എത്ര വരും? 15 വരും. അപ്പോൾ 20 15. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എത്ര വരും? 20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. ആൻസർ എത്ര വരിക? 15 സ്ക്വയർ വരുന്നത് 125. സോറി 225. 20 സ്ക്വയർ പറയുന്നത് 400. 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 5 25 അങ്ങനെ എഴുതുക. ഓക്കെ ആണല്ലോ? ഈ 1ന്റെ അടുത്ത സംഖ്യ 2. അപ്പോൾ 1 × 2 2 225. ഇങ്ങനെയാണ് നമ്മൾ എൻഡിങ് 5 വരുന്ന സംഖ്യയുടെ സ്ക്വയർ കാണുക. ഇനി നമുക്ക് 25ന്റെ സ്ക്വയർ കാണാൻ വെച്ചാൽ എന്താ ചെയ്യുന്നത്? ഈ 5ന്റെ സ്ക്വയർ. അപ്പൊ 25 അങ്ങനെ എഴുതുക. 2ന്റെ അടുത്ത സംഖ്യ എന്താണ്? 3. അപ്പൊ 2 × 3 6 625. ഇങ്ങനെയാണ് നമ്മൾ ഈ ലാസ്റ്റത്തെ അക്കം 5 ആയിട്ടുള്ള സംഖ്യകളുടെ വർഗം കാണുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? √20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. ഇതിന്റെ ആൻസർ 25 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി 25 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 86. ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്തത് 1200 രൂപയ്ക്ക്. വിറ്റത് 5400-ന്. എങ്കിൽ തോമസിന് ഇത് ലാഭമോ നഷ്ടമോ? അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്ത് 1200 രൂപയായി. അത് വിറ്റത് 5400-നാണ്. എങ്കിൽ തോമസിന് ഇത് ലാഭമാണോ നഷ്ടമാണോ? അത് തോമസിന് എത്ര രൂപയാണ് മൊത്തം ചെലവായത്? 4800 പ്ലസ്
4800 പ്ലസ് 1200, 6000 രൂപ ചെലവായി. വിറ്റത് 5400. അപ്പോൾ എത്ര നഷ്ടം? 600 രൂപ നഷ്ടം. അങ്ങനെ കിട്ടുക 6000 മൈനസ് 5400, 600 രൂപ നഷ്ടം. എത്രയിലാണ് നഷ്ടം? 6000-ലാണ് നഷ്ടം. കാരണം മൂപ്പർക്കും ചെലവായി മൊത്തം തുക എന്ന് പറയുന്നത് 6000 ആണ്. അപ്പോൾ എത്ര ശതമാനമാണ് നഷ്ടം? 1/10 × 100. അപ്പോൾ 10% നഷ്ടം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 87. 12:20 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ക്വസ്റ്റ്യൻ എന്താണ്? 12:20 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 12 മണിയാവാണ്. 12 മണിയാണെന്ന് വെച്ചാൽ അവ തമ്മിലുള്ള മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിൾ പറയുന്നത് 0 ആണ്. 12 മണി. പിന്നെ 12:20, അതായത് 60 മിനിറ്റിന്റെ 1/3 സഞ്ചരിച്ചു. 1/3 സഞ്ചരിക്കുമ്പോൾ എത്ര? 360ന്റെ 1/3, 120 ഡിഗ്രി ആക്ച്വലി മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നു. മിനിറ്റ് സൂചി 120 സഞ്ചരിക്കുന്ന സമയത്ത് മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും? മണിക്കൂർ സൂചി 20 മിനിറ്റിന്റെ അത്രത്തോളം മണിക്കൂർ സൂചി അത്രയും മൂവ്മെന്റ് നടത്തും. ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി നടത്തുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് 360/12 ആണ്. അതായത് 30 ഡിഗ്രിയാണ്. അതായത് 12-ൽ നിന്നും 1 വരാൻ 30 ഡിഗ്രി മണിക്കൂർ സൂചി സഞ്ചരിക്കണം. പക്ഷെ ഇപ്പോൾ നമ്മൾ 20 മിനിറ്റ് മാത്രമേ സഞ്ചരിച്ചുള്ളൂ. അപ്പോൾ എത്ര വരും? 30/3, 10 ഡിഗ്രിയും കൂടി. 10 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി സഞ്ചരിക്കുക. 12 മിനിറ്റ് സൂചി 20 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി 10 മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവ തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? 120 മൈനസ് 10. ഓപ്ഷൻ ബി 110 ആണ് ആൻസർ. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 12 മണിയാകുമ്പോൾ 0 ആണ് അവ തമ്മിലുള്ള ആംഗിൾ. ഇനി മിനിറ്റ് സൂചി 20 മിനിറ്റ് ചലിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഡിഗ്രി സഞ്ചരിച്ചു? 360/3, 120 ഡിഗ്രി സഞ്ചരിച്ചു. അവിടെ നിന്നാണ് ഈ 360 ഡിഗ്രി കിട്ടിയത്. കാരണം മിനിറ്റ് സൂചി ഫുള്ളായി കറങ്ങുകയാണെങ്കിൽ, അതായത് 12-ൽ നിന്ന് കറങ്ങി തിരിച്ച് വീണ്ടും 12-ൽ എത്തുകയാണെങ്കിൽ മിനിറ്റ് സൂചി 1 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ 360 ഡിഗ്രി സഞ്ചരിക്കും. അതേസമയം 20 മിനിറ്റ് സഞ്ചരിക്കുന്ന വെച്ചാൽ 60ന്റെ 3/1, 20 മിനിറ്റ്. അപ്പോൾ അതുപോലെ 360ന്റെ 3/1, 120 ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിക്കും. ഇനി മണിക്കൂർ സൂചി ഈ 120 മിനിറ്റ് സൂചി 20 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും? മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. അതായത് 12-ൽ നിന്ന് 1 വരെയാണ്. അപ്പോൾ എത്ര സഞ്ചരിക്കുക? 30 ഡിഗ്രി. അതങ്ങനെ കിട്ടിയ 360/12, 30 ഡിഗ്രി. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ 20 മിനിറ്റാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പൊ 30 ഡിഗ്രി ആണെങ്കിൽ 1 മണിക്കൂർ സഞ്ചരിച്ചാലാണ് 1 മണിക്കൂർ ആകുമ്പോഴാണ് മണിക്കൂർ സൂചി 30 മിനിറ്റ് സഞ്ചരിക്കുന്നത്. 20 മിനിറ്റ് ആണെങ്കിൽ എത്ര സഞ്ചരിക്കും? അതിന്റെ 1/3, 10 മിനിറ്റ് സഞ്ചരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എന്താകും? 120 മൈനസ് 10, 110 ആകും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 88. 10ന്റെ എക്സ് ശതമാനം വർദ്ധിപ്പിച്ചാലും 30ന്റെ എക്സ് ശതമാനം കുറച്ചാലും കിട്ടുന്നതും ഒരേ വിലയാണെങ്കിൽ എക്സ് എത്ര? ക്വസ്റ്റ്യൻ നമ്പർ 88 എന്താണ്? 10ന്റെ എക്സ് ശതമാനം വർദ്ധിപ്പിച്ചാലും 30ന്റെ എക്സ് ശതമാനം കുറച്ചാലും കിട്ടുന്നത് ഒരേ വിലയാണെങ്കിൽ എക്സ് എത്രയാണ്? അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം? ഇത് ചെയ്ത് 10 പ്ലസ് 10ന്റെ എക്സ് ശതമാനം ഇസ് ഈക്വൽ ടു 30ന്റെ എക്സ് ശതമാനം, 30 മൈനസ് 30 എക്സ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 10 പ്ലസ് 0.1 എക്സ് ഇസ് ഈക്വൽ ടു 30 മൈനസ് 0.3 എക്സ്. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 0.3 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എത്ര വരും? 0.4 എക്സ് ആവും. ഇവിടെ 10 ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര ആവും? 20 ആവും. അപ്പൊ 0.4 എക്സ് ഇസ് ഈക്വൽ ടു 20 വരും. അപ്പൊ എക്സ് എത്ര വരും? 50 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 89. ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 സെന്റിമീറ്റർ. ചക്രം 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കും? ഇതെങ്ങനെ ചെയ്യാം? കാറിന്റെ ചക്രത്തിന്റെ വ്യാസമാണ് തന്നിരിക്കുന്നത്.
77 സെന്റിമീറ്റർ. അപ്പൊ ആരം എത്രയാണ്? 77/2. ഓക്കെ ആണല്ലോ. ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കുക? അതിന്റെ ചുറ്റളവാണ് കണ്ടെടുക്കുന്നത്. ചുറ്റളവ് എന്താണ്? 2πr. അപ്പൊ 2π × r എത്രയാണ്? 77/2 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് എത്ര തവണ സഞ്ചരിക്കുന്നത്? 1000 തവണ സഞ്ചരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 വെട്ടിപ്പോവും, 22/7 വരും. അപ്പൊ ഇവിടെ 11 വരും, ഇവിടെ 22/7 ഇത് വരും. 22 × 11 × 1000 സെന്റിമീറ്റർ. സെന്റിമീറ്ററിന് മീറ്റർ ആക്കുമ്പോൾ എത്ര വരും? നമ്മൾ 1 സെന്റിമീറ്റർ പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 100 കൊണ്ട് ഹരിക്കണം. അപ്പൊ 22 × 11 × 10. ഓപ്ഷൻ എ 2420 ആണ് ആൻസർ. × 11 എത്ര വരും? ഇത് ചെയ്യാൻ ഈസിയാണ്. 121 × 2. 121 × 2 2 4 2 എന്ന് വരും. ഒരു 0 കൂടി 2420. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 90. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? സംഖ്യകളുടെ തുക 60 ആണ്. അപ്പൊ 60 ആകുമ്പോൾ 60/3 4 7 7 5 12. അപ്പൊ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 3 റേഷ്യോ എന്ന് പറയുന്നത് 15, 4 റേഷ്യോ പറയുന്നത് 20, 5 റേഷ്യോ പറയുന്നത് 25. ഇതാണ് സംഖ്യകൾ. ഇനി ഈ സംഖ്യയുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 15 സ്ക്വയർ എത്രയാണ്? 225. 20 സ്ക്വയർ എത്രയാണ്? 400. 25 എത്രയാണ്? 625. പിന്നെ കൂട്ടിയാൽ എത്ര വരും? ഓപ്ഷൻ എ 1250 വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 91. ഒരു സംഖ്യ 12% കണ്ട് കുറച്ചാൽ 1860 കിട്ടുമെങ്കിൽ സംഖ്യ എത്ര? ഇതിന് ചെറിയ ക്വസ്റ്റ്യൻ ഒരു പഴമുണ്ട്. ഇവിടെ ആക്ച്വലി 1760 ആണ് വേണ്ടത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 2000. അത് ചെയ്താൽ മതി. 2000ന്റെ 12% കുറച്ചത് 1760 ആണ് കിട്ടുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. 4 ഹരിക്കണം 10 - 4 + 32 ഹരിക്കണം 4 + 10 ഹരിക്കണം 2 - 1. എങ്ങനെ ചെയ്യാം? ഇതിന്റെ ഓപ്ഷൻ എ ആണ് ആൻസർ 4 ആണ്, 41 അല്ല. ഇത് ഞാൻ ചെയ്തു തരാം. ഇതിന്റെ ബ്രാക്കറ്റുള്ള ഫസ്റ്റ് ചെയ്യണം. 10 ഹരിക്കണം 2 5, 5 - 1 4, 4 + 4 8, 32 ഹരിക്കണം 8 4. ഓക്കെ. ഇനി 4 ഹരിക്കണം 10 - 4. സോറി, ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 93. ഒരു ചതുരക്കട്ടയുടെ വീതിയും നീളവും ഉയരം തമ്മിലുള്ള അംശബന്ധം 3:2:5 ആണ്. അതിന്റെ വ്യാപ്തം 3750 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ വീതി എത്ര? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? XY Z = 3750 ആണ് നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ചെയ്ത് കാണിച്ചു തരാം. 3x × 2x × 5 3 2 6 6 5 30. 30x³ എന്ന് പറയുന്നത് 3750 ആണ്. ഇത് ചെയ്യുന്ന സമയത്ത് 0 0 വിട്ടുപോയി 1 25 വരും. അപ്പൊ x³ = 125. അപ്പൊ x = 5. ഇനി വീതിയാണ് കണ്ടെത്തുന്നത്. വീതി ആകുമ്പോൾ അങ്ങനെ നീളം വീതി ഹൈറ്റ് ആണ്. ഇതിൽ തന്നിട്ടുണ്ട് വീതി നീളം ഓരോആണ് തന്നിരിക്കുന്നത്. വീതി എത്രയാണ്? 3 3 5. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എങ്ങനെ കിട്ടിയ മനസ്സിലായാലോ? 3:2:5 എന്ന അനുപാതമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വ്യാപ്തം കാണാൻ എന്താ ചെയ്യുന്നത്? നീളം × വീതി × ഉയരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എന്നുള്ള അനുപാതത്തിൽ എടുത്താൽ 3x ആണ് വീതി, 2y ആണ് 2x ആണ് നീളം, 5x ആണ് ഉയരം. അവ തമ്മിൽ ഗുണിച്ചാൽ വ്യാപ്തം കിട്ടും. അപ്പോൾ 30x 3x × 2x × 5x = 30x³ = 3750. അപ്പോൾ x³ = 125, x = 5. വീതിയുടെ അംശബന്ധം തന്നിരിക്കുന്നത് 3x ആണ്. അപ്പോൾ 3 × 5 15. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 94. ഒരു കോഡ് ഭാഷയിൽ സർക്കിളിനെ
RICELC എന്നെഴുതിയാൽ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോഡ് ഭാഷയിൽ സർക്കിളിനെ RICELC എന്നെഴുതിയാൽ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ഇത് നമുക്ക് നോക്കാം. എങ്ങനെ എഴുതിയിരിക്കുന്നു? സർക്കിൾ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? RICELC. ഇതെന്താ ചെയ്തിരിക്കുന്നത്? 3 അക്ഷരങ്ങൾ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതാം? സ്ക്വയറിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ U ഫസ്റ്റ് വരണം, UQS. ഓപ്ഷൻ സി DO വരാം. UQS കൊണ്ട് AR ആണ് വന്നിരിക്കുക. അപ്പോൾ ERA വരണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 95. 180 രൂപയ്ക്ക് ഒരു ബുക്ക് വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. ഇതുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 95 എന്താണ്? 180 രൂപയ്ക്ക് ഒരു ബുക്ക് വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. ഇതുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? 1. ബുക്കിന്റെ വാങ്ങിയ വില 220. ശരിയാണോ? അല്ല. കാരണം എന്താണ്? കാരണം 200 രൂപയുടെ 10% ആക്കിയാൽ 20 കമ്മിയാക്കിയാൽ 180 കിട്ടും. അപ്പൊ 200 ബുക്കിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത്, 220 അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ബുക്കിന് 10% ലാഭം കിട്ടണമെങ്കിൽ അത് 300 രൂപയ്ക്ക് വിൽക്കണം. അത് തെറ്റാണ്. നമുക്ക് ഇതിന് 10% ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 200ന്റെ 10% എന്താണ്? 20 ആണ്. അപ്പൊ 220 രൂപയ്ക്ക് വിറ്റാൽ തന്നെ നമുക്ക് 10% ലാഭം കിട്ടും. അപ്പൊ ഓപ്ഷൻ എ എന്താണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ എല്ലാം ശരി. ഓപ്ഷൻ ബി എല്ലാം തെറ്റ്. ഓപ്ഷൻ സി 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. നമ്മൾ നോക്കിയിരുന്നു ഓപ്ഷൻ ബി എല്ലാം തെറ്റാണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ.